സിക്സ്ത് സ്റ്റാൻഡേർഡിലെ ക്രോ ബോയ് എന്ന സ്റ്റോറിയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലെറ്റ്സ് റീഡ് എ സ്റ്റോറി ഓഫ് എ ഷൈ ആൻഡ് ക്വയറ്റ് ബോയ് ഹൂ ഹാഡ് ഇൻക്രെഡിബിൾ ടാലൻറ്റ് ദാറ്റ് മെയ്ഡ് ഹിം സ്പെഷ്യൽ ഇൻ ഹിസ് ഓൺ വേ. ഒട്ടേറെ കഴിവുകളുള്ള മിണ്ടാപ്പൂച്ചയും അതായത് ക്വയറ്റും നാണംകുണുങ്ങിയുമായിട്ടുള്ള ഒരു ആൺകുട്ടിയുടെ സ്റ്റോറിയാണ് താഴെ തന്നിരിക്കുന്നത്. സ്റ്റോറിയുടെ പേരെന്താണ്? ക്രോ ബോയ്. ഓൺ ദി ഫസ്റ്റ് ഡേ ഓഫ് അവർ വില്ലേജ് സ്കൂൾ വൺ ഓഫ് ദി ബോയ്സ് വാസ് ഫൗണ്ട് മിസ്സിംഗ്. എന്നുവെച്ചാൽ എന്താ? ഗ്രാമത്തിലുള്ള സ്കൂളിലെ ആദ്യത്തെ ദിവസം ഒരു കുട്ടിയെ മാത്രം കാണാനില്ല. ഹി ഹാഡ് ഹിഡൻ ഹിംസെൽഫ് ഇൻ എ സെല്ലാർ ഇൻ ദി സ്കൂൾ ഹൗസ്. അവൻ സ്വയം സ്കൂളിൽ ഒരു സ്ഥലത്ത് പോയി ഒളിച്ചിരിക്കുകയായിരുന്നു. നൺ ഓഫ് us know him. He was dark and small. ആർക്കും അവനെ അറിയില്ല. അവൻ ഇരുണ്ടതും വളരെ ചെറുതുമായിരുന്നു. ഹീ ലുക്ക്ഡ് ഡിഫറെൻറ്റ് ഫ്രം അതർ സ്റ്റുഡൻസ്. അവൻ മറ്റുള്ള കുട്ടികളെക്കാളും വ്യത്യസ്തനായി കാണപ്പെട്ടു. ഹീ ലീവ്ഡ് ഓൺ ദി അതർ സൈഡ് ഓഫ് ദി മൗണ്ടെയിൻ. അവൻ പർവ്വതത്തിനപ്പുറമാണ് താമസിച്ചിരുന്നത്. ബിക്കോസ് ഓഫ് ഹിസ് സൈസ് ഹീ വാസ് നിക്നെയിംഡ് ചിബി വിച്ച് മെൻറ്റ് ടൈനി ബോയ്. അവൻ തീരെ ചെറുതാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ അവൻ്റെ ഈ സൈസ് കാരണം എല്ലാവരും അവനെ എങ്ങനെ വിളിക്കുന്നത്? ചിബി എന്നാണ് വിളിക്കുന്നത്. വിച്ച് മെൻറ്റ് ടൈനി ബോയ്, അതായത് ചെറിയ കുട്ടി എന്നാണ് അതിൻ്റെ അർത്ഥം. ദിസ് സ്ട്രേഞ്ച് ബോയ് വാസ് ടു സ്കെയർഡ് ഓഫ് അവർ ടീച്ചർ ടു ലേൺ എനിത്തിങ്. ഈ വിചിത്രമായ കുട്ടിക്ക് ടീച്ചർമാരെ പോലും പേടിയായിരുന്നു. ഹീ വാസ് ടു സ്കെയർഡ് ടു മേക്ക് ഫ്രണ്ട്സ് വിത്ത് അതർ ചിൽഡ്രൻ. മറ്റുള്ള കുട്ടികളോട് കൂട്ടുകൂടാൻ പോലും അവന് പേടിയായിരുന്നു. സോ ഹീ വാസ് ലെഫ്റ്റ് എലോൺ അറ്റ് സ്റ്റഡി ടൈം ആൻഡ് പ്ലേ ടൈം. ഹീ വാസ് ഓൾവേസ് അറ്റ് ദി ബാക്ക് ഓഫ് എ ക്ലാസ് ആൻഡ് അറ്റ് ദി എൻഡ് ഓഫ് എ ലയൻ. അവൻ പഠിക്കുന്ന സമയത്തും ഒറ്റയ്ക്കാണ്, കളിക്കുന്ന സമയത്തും ഒറ്റയ്ക്കാണ്. അവൻ ക്ലാസ്സിലെ ഏറ്റവും പുറകിലും വരിയുടെ ഏറ്റവും അവസാനവുമാണ്. ഈ കുഞ്ഞു സ്റ്റോറിയുടെ ബാക്കി അടുത്ത പാർട്ടിലിടാം. സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണം കേട്ടോ, സബ്സ്ക്രൈബും ചെയ്യണേ.